എല്ലാ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ആരാധന കൊടുത്ത അവന്റെ ദാസൻ എല്ലാവർക്കും അവ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനവും. കർത്താവിന്റെ ദാസി ഇവിടെ ഓർപ്പിച്ചതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം അതിലെ ചില ഭാഗങ്ങൾ ക്രിസ്തീയ ശിഷ്യത്വം എന്ന ആ തലക്കെട്ടിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. ആദ്യത്തെ 16 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചിരുന്നു. ഇന്ന് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുവാനായി കർത്താവിന്റെ കൃപയിൽ ചേർന്നത്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന്. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. നമുക്ക് ഈ വചനങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മൾ ഈ 10-ാമത്തെ അധ്യായത്തിലെ ഈ വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഇപ്പോൾ ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 70 ശിഷ്യന്മാരെ കൂടെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനുമായിട്ട് അവരെ അയക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. 9-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങളിൽ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് കർത്താവ് അയച്ചിരുന്നു. അതിനുശേഷമാണ് ഈ 70 പേരെ അയക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. 70 പേരെ അയക്കുന്നത് ഇവിടെ മാത്രമേ നമ്മൾക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഈ 70 പേരെ അയക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളും നമ്മൾ അല്പമായിട്ട് ശ്രദ്ധിച്ചു. ആ നിർദ്ദേശങ്ങൾ ഇന്ന് കർത്താവിന്റെ വേലയിൽ പോകുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്ന നമുക്ക് അത് വളരെ പ്രയോജനമാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ 12 അപ്പോസ്തോൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം അത് നിങ്ങളത് അതുപോലെ ക്ലോസ് ചെയ്ത് അങ്ങനെ ഇത് ഇവിടെ നെറ്റിന്റെ അല്പം പ്രോബ്ലം ഉണ്ട്. മഴയൊക്കെ ശക്തമായിട്ട് പെയ്യുന്നത് കൊണ്ട് വേറെ ഒരു ഡിവൈസ് കൂടെ ക്രമീകരിക്കുന്നുണ്ട്. സ്തോത്രം. ഇപ്പം കേൾക്കാം. എല്ലാവരും അത് മ്യൂട്ടായിട്ട് വെച്ചാട്ടെ. 12 ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതിന് വളരെ ചേർന്ന് നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ആദ്യത്തെ 12 വാക്യങ്ങളിലാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ കർത്താവ് വളരെ ശക്തമായ നിലയിൽ ഗോ ഓൺ ടു യു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു.
അതിനുശേഷം ഇന്ന് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് കേട്ടതുപോലെ ഇവർ പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് കർത്താവിനോട് അവര് പറയുകയാണ്. എന്നിട്ട് 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സന്തോഷിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് 17-ാം വാക്യം തൊട്ട് അതിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അല്പമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുവാൻ കർത്താവ് ചെയ്യട്ടെ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അവര് സന്തോഷത്തോടെ മടങ്ങി വന്ന് അവർക്ക് ഉണ്ടായ ജയത്തിന്റെ അനുഭവത്തിന്റെ റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നതായിട്ട് കാണുന്നത്. എന്താണ് അവരുടെ ഈ സന്തോഷം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് അവിടെ തന്നെയുണ്ട്. ഭൂതങ്ങളുടെ മേലുള്ള അസാധാരണമായ അധികാരമാണ് അവരെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഭൂതങ്ങളുടെ മേൽ അധികാരം എക്സർസൈസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. ആ ശുശ്രൂഷയിൽ ഇവർക്കും ഭാഗവാക്കാകുവാൻ കർത്താവ് അവരെ നിയോഗിക്കുന്നു. അവർക്കതിനുള്ള ഭാഗ്യമുണ്ടായി. അതാണ് വാസ്തവത്തിൽ അവർക്ക് ജോയ്ഫുൾ ആകുവാനായി അവരെ ഇവിടെ പ്രേരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മിനിസ്ട്രി വളരെ സക്സസ്ഫുൾ ആയി. അവര് പോയി കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു. വളരെ അവർ സക്സസ്ഫുൾ ആയി. യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ അവർ ഈ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉപദേശിമാരുടെ സന്തോഷം എന്തോ ഭൗതിക കാര്യം ഉണ്ടായതിലല്ല. കർത്താവ് മാനിച്ചു. എന്ത് മാനിച്ചു എന്നുള്ളത് അവർക്കറിയാം. അതല്ല അവർക്ക് എക്സൈറ്റ്മെന്റ്. ദേ വർ ബീയിങ് യൂസ്ഡ് ബൈ ദ ലോർഡ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ദൈവരാജ്യത്തിന്റെ മിനിസ്ട്രി ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദിസ് ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. പലപ്പോഴും ആ കാര്യം നമ്മൾ അത്ര ബോധവാന്മാരല്ല. അപ്പൊ ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഇവർക്ക് അധികാരവും ശക്തിയും ലഭിച്ചിട്ടുണ്ട്. ഇന്നും സുവിശേഷീകരണത്തിന് കടന്നു പോകുന്ന കർത്താവിന്റെ ദാസന്മാർക്കും അതോറിറ്റി ആൻഡ് പവർ ഫ്രം ദ ലോർഡ് ലഭിച്ചാണ് അവർ പോകുന്നത്. അപ്പൊ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമാണ് അവര് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ആംശികമായ ഒരു നേട്ടവും അല്ല. മറ്റാരോടെങ്കിലും മത്സരിച്ച് എന്തെങ്കിലും ഒരു ജയവും വന്നതല്ല. They were being fruitful in the vineyard of our Lord. ദൈവരാജ്യത്തിന്റെ വലിയ കാര്യത്തിൽ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി അവരും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അവര് സൈറ്റിൽ തന്നെ അനുഭവിച്ചത്. അല്ലാതെ ഇത് ആരാണ്ട് പറഞ്ഞ സാക്ഷ്യം കോട്ട് ചെയ്തതല്ല. They actually experienced thrilling victories in this warfare. അതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവരുടെ മിഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെ അവർക്ക് ആനന്ദമുണ്ടായി, സന്തോഷം ഉണ്ടായി. എന്നിട്ട് ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്
അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ. അപ്പൊ ഈ ഭയങ്കര സന്തോഷം, അവർ ഇഫക്റ്റീവ് ആയല്ലോ, ദൈവം അവരെ ഉപയോഗിച്ചല്ലോ. ഈ സന്തോഷത്തിന്റെ നടുവിലും കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഞങ്ങളുടെ ബലം കൊണ്ടല്ല, ഇറ്റ് ഈസ് ഇൻ യോർ നെയിം. അത് ശിഷ്യത്തെ പാഠം പഠിക്കുന്നവരെല്ലാം ഇത് ഓർക്കണം. ഞാൻ അങ്ങോട്ട് ചെന്നു, ഞാൻ കൈവച്ചു, ഞാൻ 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 അല്ല. ദിസ് ഇസ് ഓൾ ഹാപ്പനിങ് ഇൻ യോർ നെയിം. ചില വാക്കുകളൊക്കെ നമുക്ക് കേട്ടാൽ നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നും, അല്ലേ? ഞാൻ ചെന്നു, ഉണർവുണ്ടായി. ഞാൻ കൈവച്ചപ്പം മുഴ അപ്രത്യക്ഷമായി, സൗഖ്യമായി. എന്നെ കണ്ടപ്പോഴേ ഭൂതം വിട്ടുപോയി. ഞാനല്ല ഇവിടുത്തെ പുള്ളി. ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മളെല്ലാവരും കർത്തൃവേലയിൽ പോകുന്നവരാണ്. പ്രൈസ് ദ ലോർഡ് ഫോർ ഓൾ ദി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് whom God is using. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പോയത് കർത്താവ് അയച്ചാണ്. അധികാരവും ശക്തിയും തന്നത് കർത്താവാണ്. അവിടുത്തെ നാമത്തിലാണ് ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയാണ് എല്ലാ ശുശ്രൂഷകളും, അല്ലാതെ പേഴ്സണൽ ഗ്ലോറി അല്ല. And these 70 are very careful to give glory to God. കർത്താവിന്റെ നാമത്തിൽ, ആ നാമം നിൽക്കുന്നത് കർത്താവിന്റെ പേഴ്സൺ. കർത്താവ് ആ നാമം, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടുന്ന് ആരാണ്? അവിടുത്തെ വർക്ക് എന്താണ്? ഹൂ ജീസസ് ഇസ് ആൻഡ് ഹിസ് വർക്ക്. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ the demonic world trembles. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഇത് മനസ്സിലാക്കണം. ഈ അധികാരവും ശക്തിയും പലപ്പോഴും നമ്മൾ എക്സർസൈസ് ചെയ്യാത്തതാണ്, അല്ലെ? നമുക്ക് സ്പെഷ്യലിസ്റ്റുകളാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് പഠിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അധികാരവും ശക്തിയും 12 പേർക്ക് കൊടുത്തു, 70 പേർക്ക് കൊടുത്തു. ഇത് നമുക്കുമുള്ളതാണ് എന്ന് ഏറ്റെടുക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഞാന് അയിരൂർ എന്ന് പറയുന്ന ദേശത്താണ് താമസിക്കുന്നത്. ഇതിന് വളരെ അടുത്തുള്ള ഒരു ദേശത്തില് അവര് പെന്തക്കോസ്ത് വിശ്വാസികളല്ല. ഞാൻ ആ വീട്ടില് പോയി പ്രാർത്ഥിച്ചിട്ടുമൊക്കെ ഉണ്ട്. ദൈവകൃപയുള്ള ഒരു സഹോദരി, അവർക്ക് ഞാനിപ്പോൾ ഈ പറയുന്നത് ചില വർഷങ്ങൾക്ക് മുൻപുള്ള അനുഭവമാണ്. ഇപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരടുക്കളയിൽ നിന്ന്, ഒരു വീട്ടമ്മയാണ്, പക്ഷെ ദൈവകൃപയുള്ളയാളാണ്. എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു ഉൾബോധം, ഒരു നടത്തിപ്പ്, തിരിഞ്ഞു നോക്കാൻ. അവരിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വേലയ്ക്ക് നിൽക്കുന്ന വേലക്കാരത്തി ഒരു വലിയ കല്ലെടുത്ത് അവരുടെ മണ്ടയ്ക്ക് ഇടിക്കാനായിട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ദിസ് ഇസ് ദ സ്പ്ലിറ്റ് സെക്കൻഡ്. അവര് വിരല് ചൂണ്ടി യേശുവിന്റെ നാമം എന്ന് പറഞ്ഞതേ ഉള്ളൂ.
എടുത്തടിച്ച് ഈ സ്ത്രീ താഴെ കിടന്നു. ആ വേലക്കാരി അപായപ്പെടുത്തുവാൻ ഒരു കല്ലെടുത്തുകൊണ്ട് അവരെ ഇടിക്കാൻ വരിക. അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവരുടെ ഉള്ളിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത വാണിംഗ് ആണ്, സ്പോണ്ടേനിയസ് ആയിട്ട് അവർ തിരിഞ്ഞു. സഡൻലി ഈ കാഴ്ചയാണ് കാണുന്നത്. ആദ്യം വായിൽ വരുന്നത് യേശുവിന്റെ നാമം. ദാറ്റ് വാസ് ഇനഫ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, 12 പേർ ഇഫക്റ്റീവ് ആയിരുന്നു, 70 പേർ ഇഫക്റ്റീവ് ആയിരുന്നു. വാട്ട് അബൌട്ട് us? അധികാരവും ശക്തിയുമുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഇത് ഏറ്റെടുക്കണം. ദൈവം നമ്മെ അവിടുത്തെ വയൽ പ്രദേശത്ത് നമ്മുടെ അഡ്രസ് കൂടാനല്ല, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. നിന്റെ നാമത്തിൽ, ഞാനത് അല്പം കൂടെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യന്റെ ശക്തി കൊണ്ട് അല്ല ഭൂതം പോകുന്നത്. 2, യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുള്ള ആളായിരിക്കണം മിനിസ്റ്റർ ചെയ്യുന്നത്. A person must be anointed. അല്ലാതെ ഒരിക്കൽ കുറെ ചെറുപ്പക്കാരൊരു പ്രയോഗം നടത്തി കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ എഫെസോസിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. അവർക്ക് വ്യക്തിപരമായി കർത്താവുമായിട്ട് ബന്ധമില്ല. അവരാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ശുശ്രൂഷ ചെയ്യാൻ അവരുപയോഗിക്കുന്നത് എങ്ങനെയാ? പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ് എന്ന അനുഭവം ഉണ്ടായി. 15-ാം വാക്യത്തിലുണ്ടല്ലോ, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. കർത്താവിന്റെ നാമം എന്തോ ഒരു മാജിക്കലായ പ്രയോഗമാണ്. ആർക്ക് വേണേ എടുത്ത് തട്ടാമെന്നൊന്നും ചിന്തിക്കരുത്. യേശു കർത്താവുമായി വ്യക്തിപരമായ ബന്ധവും അധികാരവും ശക്തിയും ലഭിച്ചിട്ടുള്ളവരും ആത്മനിയോഗത്തിൽ കർത്താവിന്റെ നാമത്തെ പ്രഖ്യാപിക്കുമ്പോൾ തിങ്സ് ഹാപ്പൻ. അല്ലെങ്കിൽ എന്ത് നടന്നു എന്ന് അവിടെ നമുക്ക് 16-ാം വാക്യം കൂടെ വായിച്ചാൽ കാണാൻ കഴിയും. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ ഇരുവരെയും കീഴടക്കി. ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എന്തോ നമ്മുടെ പല ആളുകളൊക്കെ പറയുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഞാൻ തിരിച്ചടി ഇവിടെ കാണുന്നുണ്ട്. യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാതെ പോയി ആത്മീക കാര്യങ്ങളിൽ ഇടപെട്ടാൽ സംഭവിച്ചതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല പോലെ അടിയും കിട്ടി വല്ലാത്ത ഒരു പരുവത്തിൽ അവിടെ ഓടേണ്ടതായിട്ട് വന്നു. അവിടെ നിന്നും തിരിച്ചടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാൻ 2 വാക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ട്. എന്നാൽ ഈ 70 പേര് അവർ ആത്മശക്തിയോടെ കർത്താവിന്റെ നാമത്തിലാണ് അവര് വളരെ ഇഫക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായി.
കാരണം ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ദൈവരാജ്യത്തിന്റെ മെസ്സേജ് ഉറപ്പായിട്ടും ആളുകൾ സ്വീകരിക്കുന്നു. ബൈ ദ വേ, ഈ ഭൂതം വിട്ടുപോകുക എന്ന് പറയുമ്പോൾ യെസ്, സൈറ്റാനിക് ഒബ്സഷനിൽ ആയവരുടെ ദുരാത്മാവിനെ അവരിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് യെസ്. അപ്പോൾ തന്നെ ഞാൻ പറയാം, രക്ഷിക്കപ്പെടാത്ത എല്ലാവരുടെ മേലും ആരുടെ ആധിപത്യമാണ്? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഭൂതങ്ങൾ പൊസസ്ഡ് ആയ ആളുകളുടെ ഭൂതം വിട്ടുപോകും. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയുമ്പോൾ കമാൻഡ് ചെയ്യുമ്പോൾ വിട്ടുപോകും. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സാത്താന്റെ പിടി അവരിൽ നിന്ന് വിടുകയാണ്. ആ ഇരുട്ടിന്റെ ഡൊമൈനിൽ നിന്ന് അവർ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ബിഗ് ടൈം വാർഫെയർ. എന്തൊരു സന്തോഷമാണ് ഒരാള് രക്ഷിക്കപ്പെടുമ്പോൾ. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് കുറെ മണിക്കൂറുകൾ, സംഗതി ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിരുന്നെങ്കിൽ കുറെ മണിക്കൂറുകൾ ഇരുന്ന് സുവിശേഷം പറയുക. എന്തോ എൻ്റെ ഉള്ളിൽ അവിടെ ഉള്ളവർക്ക് വേണ്ട നിലയിൽ സുവിശേഷം അറിയത്തില്ലെന്നൊരു ചിന്ത. ഐ വാസ് ജസ്റ്റ് ഷെയറിങ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആ പോരാട്ടങ്ങൾ, ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വിടുകയാണ്. ശരിക്കും നമ്മളെല്ലാവരും നമ്മുടെ കാര്യമൊന്ന് ഓർത്തേ. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരുടെ കൺട്രോൾ ആയിരുന്നു? ഇപ്പൊ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. പക്ഷേ വേദപുസ്തകം പറയുന്നത് we were all under the control of Satan. But ദൈവത്തിന്റെ കരുണയാലും കൃപയാലും കർത്താവ് സുവിശേഷത്താൽ നമ്മളെ വിടുവിച്ചതോർത്ത് നമുക്കൊരുമിച്ച് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. എന്നിട്ട് കൃപ നമ്മുടെ മേൽ പകർന്ന് ഈ അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കുന്ന ആളുകളെ സുവിശേഷത്താൽ വിടുവിക്കുവാൻ, അപ്പോൾ തന്നെ to cast out demons in the name of Jesus, അധികാരവും ശക്തിയും നമ്മുടെ മേൽ പകർന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് അടങ്ങും. 17-ാം വാക്യത്തിന്റെ 3-ാം ഭാഗമാണ്. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങും. അപ്പൊ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവർക്ക് ഈ കമ്മീഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. അവിടെ ഭൂതത്തെ പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. ലൂക്കോസ് 9-ന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാം 12 അപ്പോസ്തലന്മാരോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 70 പേരോട് 9-ാം വാക്യത്തിൽ 10-ാം അധ്യായത്തിൽ അത് പറയുന്നില്ല. നമ്മളത് മനസ്സിലാക്കേണ്ടത്, രോഗികളെ സൗഖ്യമാക്ക്, ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ജനറലി അത് പറയുമ്പോൾ അതിനകത്ത് ഇതും ഉൾപ്പെട്ടിരിക്കുകയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിനകത്ത് നമുക്ക് ഒരു കൺഫ്യൂഷനും വരേണ്ട കാര്യം ഇല്ല. അതുപോലെ ഇവര് സക്സസ്ഫുൾ ആയിട്ട് കടന്നു വന്ന് സന്തോഷിക്കുന്നു. ദൈവമക്കൾക്കറിയാമല്ലോ, 9-ാം അധ്യായം നമ്മൾ ഈ ശിഷ്യത്വ പരിശീലനത്തിൽ ഒന്ന് ചിന്തിച്ച അധ്യായമാണ്. 9-ാം അധ്യായത്തിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ 12 അപ്പോസ്തലന്മാർക്ക് ഒരു സമയത്ത് ഒരു ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയാതെ ഇരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ 70 പേര് സക്സസ്ഫുൾ ആയിട്ട് അവര് കടന്നു വരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഒരു വാക്കൂടെ ഈ 17-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ആ 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു എന്ന ആ വാക്ക്, എന്ന് പറഞ്ഞു, സേയിങ്, അത് വാസ്തവത്തിൽ പ്രസന്റ് ടെൻസിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മടങ്ങി വരുമ്പോൾ
കണ്ടിന്യൂസ്ലി അവര് ജോയ്ഫുൾ ആകുകയാണ്, അവർ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അല്ലാതെ ഒരു വാക്കുകൊണ്ട് നിർത്തിയല്ല, അവർ കണ്ടിന്യൂസ് ആയി they were so excited. അവർ സന്തോഷം അവരുടേത് കണ്ടിന്യൂസ് ആയിട്ട് പ്രകടിപ്പിക്കുകയായിരുന്നു. 18-ാം വാക്യം, ഇത് വളരെ ശ്രദ്ധിക്കണം. അവൻ അവരോട്, സാത്താൻ നിന്നെ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഈ ചില ആളുകൾ ചിന്തിക്കുന്നത് സാത്താൻ, ഭൂതങ്ങൾ, ഇതൊക്കെ ഈ ഉപദേശിമാര് വരുത്താൻ പറയുന്ന ഓരോ കാര്യങ്ങളെന്നേ ഉള്ളൂ. ഇങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ബൈബിൾ ദൈവത്തിന്റെ വചനമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ സാത്താൻ ഉണ്ട്, സാത്താന്റെ കീഴിൽ ഭൂതങ്ങളുടെ ഓപ്പറേഷൻസും ഉണ്ട്. ദൈവരാജ്യം പോലെ സാത്താന് രാജ്യം ഉണ്ട് എന്ന് കർത്താവിന്റെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. എന്നിട്ട് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സാത്താന്റെ രാജ്യത്തിന്റെ ഐക്യത. അപ്പൊ സാത്താന് രാജ്യമുണ്ട്, ദൈവത്തിന് രാജ്യമുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ there is spiritual warfare. കാണപ്പെടാത്ത ഒരു മേഖല ഉണ്ട്. ഭൂതങ്ങൾ വ്യക്തികളിൽ പ്രവേശിച്ച് കൺട്രോൾ ചെയ്യുമ്പോഴാണ് സാത്താന്റെ രാജ്യം പ്രകടമാകുന്നത്. കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ കുടികൊള്ളുന്ന പൈശാചിക വ്യാപാരത്തെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുമ്പോൾ ദൈവരാജ്യവും it comes into the open. സാത്താൻ എന്ന് പറയുന്ന ഒരു ബീയിങ് ഉണ്ട്. നമുക്ക് വളരെ അറിയാവുന്ന 2 റെഫറൻസുകൾ ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 14:12 മുതൽ 15 വരെ, എസെക്കിയേൽ പ്രവചനം 28:12 മുതൽ 17 വരെ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെ. അപ്പം ഈ യെശയ്യാ പ്രവചനത്തിലും എസെക്കിയേൽ പ്രവചനത്തിലും ഒന്നും എക്സ്പ്ലിസിറ്റായി സൈറ്റൻ എന്ന് നിങ്ങൾ കാണത്തില്ലെങ്കിലും അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഭാഷാ പ്രയോഗവും അവിടുത്തെ വിവരണവും സാത്താൻ എന്ന ബീയിങ്ങിനെ കുറിച്ചാണ് എന്ന് സംശയം കൂടാതെ നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിപ്പാനുമായിട്ട് കഴിയും. അപ്പൊ ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് സൈറ്റൻ എന്ന ബീയിങ് ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ, വേറെ ചിലരുടെ ചോദ്യമാണ്, ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് സൈറ്റൻ? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം സാത്താനെ ക്രിയേറ്റ് ചെയ്തില്ല. ദൈവം ഏഞ്ചലിക് ബീയിങ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതിലെ ഒരു പ്രധാനപ്പെട്ട ദൂതനാണിത്. ഈ ദൂതൻ സാത്താനായതാണ്. ഉള്ളിൽ നിഗളം സാഹസം നിറഞ്ഞ് ദൈവത്തിനും ദൈവിക പദ്ധതികൾക്കും വിരോധമായി ഉള്ളിൽ സാഹസം നിറഞ്ഞ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ കയറണമെന്ന് വളരെ അംബീഷ്യസ് ആയി മാറി ദൈവത്തിന്റെ വെട്ടേറ്റ് വീണയാളാണ്. അല്ലാതെ ക്രിയേറ്റ് ചെയ്തത് സാത്താനായിട്ടല്ല, ക്രിയേറ്റ് ചെയ്തത് ഹോളി ഏഞ്ചൽസ് ആണ്. അവര് സൈറ്റൻ ആയതാണ് എന്നതാണ് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 12:4 ഈ സാത്താന്റെ വശീകരണത്തിൽപ്പെട്ട് 1/3 മാലാഖമാരും ദൈവത്തോട് റിബല്ല് ചെയ്തു എന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കാതെ ഇതൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് ഇന്ന് ആളുകൾ
ഉപദേശങ്ങളും പല പല കാര്യങ്ങളാണ്. സാത്താനില്ല, ഭൂതങ്ങളില്ല, അങ്ങനൊന്നുമല്ല. നിങ്ങൾ മിനിസ്ട്രിക്ക് ഇറങ്ങിയാൽ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്കിത് കാണാൻ കഴിയും. പ്രാക്ടിക്കലായി, അല്ലാതെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസുകളെക്കാൾ, മിനിസ്റ്ററിയൽ എക്സ്പീരിയൻസിനേക്കാൾ the Bible explicitly reveals that there is a dark kingdom headed by Satan and demons. നമ്മൾ വാസ്തവത്തിൽ എല്ലാ ദിവസവും യുദ്ധത്തിലാണ്, എല്ലാ ദിവസവും. എല്ലാ എക്സ്പീരിയൻസുകളൊന്നും ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ ചിലതൊക്കെ എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു ദേശത്ത് ഞാൻ ശുശ്രൂഷയ്ക്ക് ചെന്നു. ഞാൻ വളരെ ശാന്തമായിട്ട് ദൈവത്തിന്റെ വചനം അവരുടെ മുൻപിൽ എടുത്ത് നിൽക്കുക. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ മുന്നിൽ ഇടത്തുവശത്തിരുന്ന ആ കുട്ടിയുടെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല, അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനക്കാരിൽ ഒരാളായ ആള് ഭൂതവളയി. ഞാന് പുൾപിറ്റിന്റെ അവിടെ തന്നെ ശാന്തമായിട്ട് നിൽക്കുക. കാരണം ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള, വളരെ പരിചയമുള്ള ആളാണ് അവിടുത്തെ ലോക്കൽ ഉപദേശി. അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അദ്ദേഹം പോയി വേണ്ട ക്രമീകരണമൊക്കെ ചെയ്ത് ഞാൻ ആ പുൾപിറ്റിന്റെ അവിടെ തന്നെ നിൽക്കുക. പക്ഷെ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഈ കുട്ടിയുമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പൊ യോഗമെല്ലാം കഴിഞ്ഞ്, നല്ലൊരു മോളാ കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുള്ള, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ഡീറ്റെയിൽസ്. ഞാൻ ഈ കുട്ടിയോട് ജസ്റ്റ് ചോദിച്ചു, മോളെ, ഇവിടെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് ആ സമയത്ത് എന്തുവാ തോന്നിയത്? അവൾ പറഞ്ഞത് അതുപോലെ ഞാൻ പറയാം. പാസ്റ്റർ, പ്രാർത്ഥനയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഹിറ്റിംഗ് യു. നിന്നെ ഇടിക്കണം എനിക്കങ്ങ് അങ്ങായി. അങ്ങനെ അവൾ ഇളകിയതാണ്. പക്ഷെ അവൾക്ക് വിടുതലുണ്ടായി. അവിടുത്തെ ലോക്കൽ പാസ്റ്റർക്ക് അത് ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനം ഇത് കൃത്യമായിട്ട് പറയുന്നു. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. There is a dark world and an unseen world, and there is a big army of demons that is fighting against the church എന്നൊക്കെ പറയുമ്പോൾ, this is all cooked up story. ഇതൊക്കെ ചുമ്മാ ആളുകളെ വരുത്താനാണ്. വരുത്താനല്ല, ബൈബിള് സത്യമാണ്. ഇങ്ങനെ ഒരു ലോകമുണ്ട്. മറുവശമാണ്, നിങ്ങൾ പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് ഇറങ്ങിയാൽ, ഉറപ്പാണ് യു ഹാവ് ടു കം അക്രോസ് ഈ ഡിമോണിക് വിഷയങ്ങളുമായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ഏതോ വലിയ സംഭവമൊന്നും അല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ അന്ന് അത്ഭുതങ്ങൾ നടന്നതുപോലെ ഇന്നും നടക്കുന്നു. 70 പേരുടെ സ്റ്റോറിയായിട്ട് മാത്രം ഇതിരിക്കരുത്, ഇത് നമ്മളുടെ കൂടെ സ്റ്റോറിയായി മാറണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ബൈബിള് നോക്കിയേ, സാത്താനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു, ആകാശത്തിലെ അധികാരം, ഈ ലോകത്തിന്റെ ദൈവം. പിന്നെ കർത്താവ് യോഹന്നാൻ 8:44 കൊലപാതകനെന്നും ഓഷ്കു പറയുന്നവനെന്നും അതിന്റെ അപ്പനെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ ആളുകളെ തെറ്റിച്ച് കളയുന്നവനായി വെളിപ്പാട് പുസ്തകം 12:9 അതിന്റെ അടുത്ത വാക്യത്തിൽ അപവാദി എന്നും പിന്നെ ദുഷ്ടനെന്നും ഒക്കെ ബൈബിൾ പിശാചിനെ വിശദീകരിക്കുന്നുണ്ട്.
അതുപോലെ ഒരു വാക്കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഒരു നിലയിലും റിഡംഷൻ ഇല്ലാതെ അവരുടെ മേലുള്ള ന്യായവിധി ഇറിവോക്കബിൾ ആണ്. ഇവര് പിശാചും ഈ ഭൂതങ്ങളും they will end up in the lake of fire എന്ന കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവമക്കള് ഈ കാര്യത്തിൽ വളരെ അലർട്ട് ആയിരിക്കണം. പ്രത്യേകിച്ച് ദൈവസഭ വളരെ അലർട്ടായിരിക്കണം. വിവിധ തലത്തിലാണ് ഇവന്റെ പ്രവർത്തനങ്ങൾ. ഈ ദുരുപദേശകരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും സകല ദുരുപദേശത്തിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് ഭൂതങ്ങളാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയണം. നമ്മളൊരു ഭാഗത്ത് വിമർശിക്കുന്നു, അതിനെ നമ്മൾ നേരിടുന്നു, ദാറ്റ്സ് ഫൈൻ. പ്രാർത്ഥിക്കുന്ന ഒരു സംഘമെന്ന നിലയിൽ യു മസ്റ്റ് പ്രേ ഫോർ ദ ചർച്ച്. ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ച് അശുദ്ധമാക്കാതെ വണ്ണം ദൈവസഭയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു കോളിംഗ് ദൈവമക്കൾ, പ്രാർത്ഥിക്കാൻ നിയോഗിച്ചിരിക്കുന്ന പ്രെയർ വാരിയേഴ്സ് അത് ഏറ്റെടുക്കണം എന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ദൈവത്തിന്റെ വചനത്തിലുള്ളതാണ്, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്ന, അതെന്താണ്? സുവിശേഷത്തിന്റെ തേജസ് അവർക്ക് മനസ്സിലാകും. എല്ലാം മനസ്സിലാകും. രാഷ്ട്രീയ നീക്കം അങ്ങനെ ഇങ്ങനെയല്ല, മനസ്സിലാകത്തില്ല ഇത്. വൈ ഇസ് ദാറ്റ്? പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകും. And there are certain cases where you have to use your authority. യേശുവിന്റെ നാമം ഉപയോഗിച്ചാൽ things happen. ദുഷ്ടന്റെ പിടികൾ വിടുന്ന മേഖലകൾ ഉണ്ട്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത്, ഇങ്ങനൊരു പ്രയോഗമാണ്. അപ്പൊ ഇതിന് കമന്റേറ്റേഴ്സ് ഒക്കെ ഒരുപാട് വ്യാഖ്യാനമാണ് പറയുന്നത്. ഇതാദ്യം പിശാച്, അതായത് ഈ ഭൂതങ്ങളുടെ എല്ലാം തലവൻ വെട്ടേറ്റ് വീഴുന്നതിനെ കുറിച്ചുള്ള പരാമർശമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, ഈ 70 പേര് when they were casting out demons, Jesus was watching it. ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഐ വാസ് വാച്ചിങ്, ഞാൻ കണ്ടു, അത് ഇംപെർഫെക്റ്റ് ടെൻസിലാണ്. അത് ശരിക്കും ഈ കോണ്ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അവര് വാസ്തവത്തിൽ ചെയ്യുന്നത്, ഒരു ഡിമണെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന 1 by 1 ഇതിങ്ങനെ പോവുകയാണ്. അവര് ഈ രണ്ടായിട്ട് അയച്ച് പലയിടത്തും വിടുതൽ നടക്കുകയാണ്. പക്ഷെ ജീസസ് കാണുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ പ്രധാന ആളിന് തന്നെ ക്ഷതം സംഭവിച്ചിരിക്കുന്ന ഒരനുഭവമായിട്ടാണ് ഈ വാറിൽ കർത്താവ് ദർശിക്കുന്നത്. അതുപോലെ മിന്നൽ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടി മിന്നൽ, ആ വെളിച്ചമാണ് അതിനേക്കാൾ നല്ലത്. ഇറ്റ് ഹാപ്പൻസ് സഡൻലി എന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ എന്ന ഒരു വ്യാഖ്യാനമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അവിടുത്തെ ബ്രൈറ്റ്നസ് അല്ല, സഡനായിട്ട് അവർ കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ തിങ്സ് വർ ഹാപ്പനിങ്. സാത്താൻ മിന്നൽ പോലെ. അപ്പൊ അവര് ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ വ്യക്തികളിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴും ഒരു വലിയ വാർഫെയറിന്റെ ഭാഗമായിട്ടാണ് കർത്താവ് ഇത് കാണുന്നത്. ക്വാർട്ടേഴ്സിനെ തന്നെ ഇത് ബാധിച്ച നിലയിലാണ് ഇത് കാണുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, 1 by 1 when people accept the gospel of our Lord Jesus Christ and when they come to the faith, പിശാചിന് അവരുടെ മേലുള്ള ക്ലച്ചസ് അത് വിട്ടുമാറുമ്പോൾ things are happening. ദൈവരാജ്യത്തിന് എക്സ്പാൻഷൻ നടക്കുന്നു. ശത്രുവിന്റെ രാജ്യം ഒതുങ്ങുകയാണ്, തകർന്ന് പോവുകയാണ് എന്ന കാര്യം നമ്മൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇതിനകത്ത് കുറെ ആളുകൾ സമർപ്പിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ, അതിന് ഞാൻ പറഞ്ഞല്ലോ, മാത്രമല്ല സഹോദരിമാരും തയ്യാറാകണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് അതിനായിട്ട് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. 19-ാം വാക്യം, പാമ്പുകളെയും തേളുകളെയും
ശത്രുവിന്റെ, ബാക്കി പറയാമോ? ശകല ബലമല്ല, സകല ബലത്തെയും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് വാതുറന്ന് പറയണം. സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അത്രയുമേ പലർക്കും അറിയത്തുള്ളൂ. ബാക്കിയുടെ മനസ്സിലിരിക്കണം. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ലെന്നാ വചനം പറയുന്നത്. തിരിച്ചടിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുള്ള, അഭിഷേകമുള്ള, ആത്മാവിന്റെ നടത്തിപ്പിൽ അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയും അധികാരവും ഉപയോഗിക്കുന്ന ദൈവവൈതലിനെ നോക്കാം. വാക്യം, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആരാ ഇത് പറഞ്ഞത്? അധികാരവും ശക്തിയും കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവാണ് പറയുന്നത്. യു ക്യാൻ ട്രസ്റ്റ് ഹിസ് വേർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർത്തു പോയിട്ടുണ്ട്, നിഴല് തട്ടി രോഗി സൗഖ്യമാകുന്നു, റുമാലിട്ട് വലിയ അത്ഭുതം നടക്കുന്നത്. ഇവർക്ക് വീട്ടിൽ പോകാനൊക്കത്തില്ലല്ലോ അങ്ങനെയാണ് ഈ തിരിച്ചടി ഉണ്ടെങ്കിൽ, അല്ലേ? സ്തോത്രം. എങ്ങനെയോ ചിലരുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഭവമാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യു കാസ്റ്റ് ഔട്ട് ഡീമൺസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. ഞാൻ ഈ വാക്യത്തിലാണ് അഭയം തേടുന്നത്. പക്ഷേ ഞാൻ നിർബന്ധമായി പറയുന്നു, യു ഹാവ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ നമ്മളെന്തോ സംഭവമാണെന്ന് അവതരിപ്പിക്കാൻ എങ്ങാണ്ട് ചെന്ന് ചെയ്യുന്ന പരിപാടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യു ഹാവ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയുള്ളവർക്ക്, ആത്മനിറവുള്ളവർക്ക്, അധികാരവും ശക്തി ഉണ്ടെന്ന് ബോധ്യമുള്ളവർക്ക്, ആത്മനടത്തിപ്പിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമുക്ക് നമ്മളിൽ തന്നെ ഒന്നുമില്ല. It's the power of the Holy Spirit. It is the power in the name of Jesus Christ. ഇന്നും അതിന് ശക്തി കുറഞ്ഞിട്ടില്ല. Praise the Lord. നിങ്ങളുടെ ഭവനത്തിൽ വചനവിരുദ്ധമായി ഉണ്ടാകുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാണ്, this is surely the enemy എന്ന് ബോധ്യമായാൽ സ്റ്റാർട്ട കുടഞ്ഞ് എഴുന്നേറ്റ് അധികാരം ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്റെ വീട്ടിൽ ഇനി പണി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം. ആദ്യം പ്രാർത്ഥനയിൽ ദൈവാത്മാവ് തരുന്ന നിയോഗമനുസരിച്ച് യേശുവിന്റെ നാമത്തിൽ ചിലത് കൽപ്പിക്കാൻ തക്കവണ്ണം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതൽ തയ്യാറാകണം. പാമ്പുകളെയും തേളുകളെയും, ആ പാമ്പുകൾ, തേളുകൾ എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിൽ അത് മെറ്റഫോറിക്കലായി ഉപയോഗിച്ചിരിക്കുന്ന, പിശാചിനും ഡീമൺസിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇനിയത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇവരെ 17-ാം വാക്യത്തിൽ they were so excited, they were so joyful. What's the joy? The joy is that we were being very fruitful in the ministry. We cast out demons just like Jesus was casting out. അവിടുന്ന് തന്ന അധികാരത്തിലും അവിടുത്തെ ശുശ്രൂഷ ഞങ്ങളുമായി പങ്കുവെച്ചു, ഞങ്ങൾ ഇഫക്റ്റീവായി. പക്ഷെ കർത്താവ് ഇവിടെ ഒരു കോഷൻ പറയുന്നു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ഇതിന് ദൈവമക്കളാണെന്ന് നമ്മളെല്ലാം ശരിക്കും മനസ്സിലാക്കണം. ഡിസൈപ്പിൾഷിപ്പിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. അവരെ ഉപയോഗിച്ചാൽ അവർ സന്തോഷിച്ചു. നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മളും മിനിസ്ട്രിയിലെ പല കാര്യങ്ങളിൽ സന്തോഷിക്കും.
പക്ഷെ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളതിൽ സന്തോഷിക്കരുത് എന്നല്ല. കർത്താവ് ഇവിടെ പറയുന്നത് വേറൊരു കാരണമുണ്ട് സന്തോഷിക്കാൻ. അതിനാണ് പ്രയോറിറ്റി. ഇത് വളരെ നമ്മൾ ഇത് മനസ്സിലായാൽ ഈ വീമ്പ് പറഞ്ഞ് നടക്കത്തില്ല. ആർ യു ഇഫക്റ്റീവ് ഇൻ ദ മിനിസ്ട്രി? യെസ്, പ്രൈസ് ദ ലോർഡ്. അതിനേക്കാൾ ജോയ് വരുത്തേണ്ട ഒരു പ്രധാന കാര്യം കർത്താവ് പെട്ടെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലായി. ഗെറ്റ് യുവർ പ്രയോറിറ്റി റൈറ്റ്. അപ്പൊ മറ്റേത് ജോയ്ഫുൾ ആയത് തെറ്റിപ്പോയെന്നോ വിലക്കല്ല, അതിനേക്കാൾ ജോയ്ഫുൾ ആകേണ്ട കാര്യമുണ്ട്. ഈ ഭൂതങ്ങൾ വിട്ടുപോകുമ്പോഴും രോഗി സൗഖ്യമാകുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നും. ചിലർക്ക് ചില സമയത്ത് ഈ സന്തോഷം തലയ്ക്ക് പിടിച്ച് നിഗളമായി വെളിപ്പെടും. ചില കേസിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പുള്ളിക്ക് തന്നെ വിശ്വാസമില്ല. പക്ഷെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ചെയ്തതാരാ? ദൈവമാണ്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് കയറും. അപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എടുക്കുന്നു. സിസ്റ്ററെ, എങ്ങനെയാണ് ഇത് മാറിയത്? അത് നിങ്ങളുടെ ചർച്ച വന്നപ്പോൾ ആരാധനയിൽ അല്ല. എന്നാലും സിസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞ അത് എങ്ങനെയായിരുന്നു? ഒടുവിൽ ബഹുമാന്യ ദൈവദാസൻ കൈവച്ചപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത്. നമുക്കെല്ലാം ദൈവത്തെ ആരാധിക്കാം, കർത്താവ് മഹത്വം എടുക്കട്ടെ. ഇത് കർത്താവ് മഹത്വം എടുക്കാനാണോ പറയുന്നത്? അതോ വളരെ തന്ത്രപരമായി നമ്മൾ കർത്താവിന് കിട്ടേണ്ട മഹത്വത്തെ മോഷ്ടിക്കുകയാണോ? ഒരിക്കലും ഞാൻ മറക്കത്തില്ല, ലിയോണാർഡ് റാവൻഹിൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ വൈ റിവൈവൽ ടാരീസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. റിവൈവല് വരാത്തതിന്റെ ഒരു കാര്യം, വി സ്റ്റീൽ ദ ഗ്ലോറി ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്. അപ്പൊ വളരെ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇത് ആത്മീക യുദ്ധമാണ്. യെസ്, ദ ലോർഡ് ഹാസ് ഗിവൻ us authority and power to cast out demons, to heal the sick. പക്ഷെ അത് കർത്താവിന്റെ നാമത്തിലാണ്. It is by the power of the Holy Spirit. ഇത് തലയ്ക്ക് പിടിച്ചാൽ അത് പിന്നത്തേതിൽ നിഗളമായി മാറും. കർത്താവ് അത് വാൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തോ വലിയ സംഭവമായി മാറുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്തോ ചെയ്തു. നോ, ഇതെല്ലാം വരുന്നത് ദൈവം തന്ന അധികാരത്തിൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ, അവിടുത്തെ മഹത്വമുള്ള നാമം നിമിത്തമാണ്. വളരെ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. എന്നിട്ട് കർത്താവ് ഒരു ശരിയായ കാഴ്ചപ്പാട് അവരോട് പറയുകയാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിക്കും. നമ്മുടെ ലൈഫിൽ ഭൂതം പോകുന്നു, ഒക്കെ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ശുശ്രൂഷയിൽ മറ്റൊന്നും പ്രത്യക്ഷമായി ഒന്നും കണ്ടില്ല. യു ക്യാൻ സ്റ്റിൽ ബി ജോയ്ഫുൾ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുവെന്ന് ഉറപ്പ് വന്ന ദൈവമക്കൾ ജീവിതത്തിന്റെ ഏത് ശോധനകളാകട്ടെ, എന്തുമാകട്ടെ, യു റിജോയ്സ്. ആ സന്തോഷമാണ് കർത്താവുമായി വ്യക്തിപരമായ ബന്ധമുള്ളയാളിന്. ആ സന്തോഷം മിനിസ്റ്റീരിയൽ സക്സസിലേക്ക് മാറരുത്. ഇന്ന് ചിലയിടത്ത് സക്സസ് ആയി, നാളെ ചെന്നപ്പോൾ ചിലര് കൈക്കൊള്ളാതെയും വരും. പക്ഷെ എങ്ങനെയാണെങ്കിലും ഉള്ളിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള നിമിത്തമുള്ള സന്തോഷത്തിന് ഒരിക്കലും മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം പ്രസംഗിക്കാൻ പോയി, ചിലയിടത്ത് പീപ്പിൾ അക്സെപ്റ്റ്, ചിലയിടത്ത് സഭകൾ സ്ഥാപിച്ചു, ചിലയിടത്ത് ഓടിച്ചെന്നും വരാം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തുനിന്ന് നമ്മളെ ഓടിച്ചെന്ന് വരാം, മൃഗീയമായി ഉപദ്രവിച്ചെന്ന് വരാം,
പക്ഷെ ഉപദ്രവിക്കപ്പെടുമ്പോഴും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ. എങ്ങനെയാ ബ്രദറെ? കൃപയാൽ. God gave me the grace to trust in the finished work of Jesus Christ, and I'm a child of the Most High God. പറയുന്ന സുവിശേഷം അക്സെപ്റ്റ് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും മിനിസ്ട്രിയിൽ ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടായാൽ അതെന്നെ ഡിസ്കറേജ് ചെയ്യുന്നില്ല. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി, ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായി, അതും തലയ്ക്ക് പിടിക്കാതെ അതിനേക്കാൾ വലിയ സന്തോഷമാണ്. I have a personal relationship with Almighty God through Jesus Christ. Praise the Lord. ആ സന്തോഷം ഉണ്ടോ? എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ അല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ അത്രേ സന്തോഷിപ്പീൻ. 20ാമത്തെ വാക്യമാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ്, മിറക്കിൾസ് നടക്കുന്നു, ഇതൊക്കെ നല്ലതാണ്. അതിനകത്ത് സന്തോഷിക്കാൻ തെറ്റില്ല, തലയ്ക്ക് പിടിക്കല്ലേ. അതല്ല മെയിൻ സന്തോഷം. ഞാൻ രക്ഷിക്കപ്പെട്ടു. പാപിയായിരുന്നു, എന്റെ മേലും അന്ധകാരത്തിന്റെ കൺട്രോളായിരുന്നു. ദൈവം എന്നെ വിടുവിച്ചു. എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഐ റിജോയ്സ് ഇൻ. അതായിരിക്കട്ടെ നമ്മുടെ കംഫോർട്ട്, അതായിരിക്കട്ടെ നമ്മുടെ എൻകറേജ്മെന്റ്. When we are down, we still are children of the Most High God. മിനിസ്ട്രിയിൽ അസാധാരണ വിടുതലുകൾ സംഭവിക്കുമ്പോഴും എന്റെ ഹൃദയം ഏകാഗ്രതയോടെ ഇരിക്കുന്നത് എന്താ? I was a sinner. I'm a child of God, and everything works because of my Lord. Amen. നിഗളത്തിലേക്കൊക്കെ ഉള്ള ടെംപ്റ്റേഷനുകൾ പിശാച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രിയരെ, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. വളരെ താഴ്മയോടെ കർത്തൃവേലയിലായിരിക്കാം. ഈ 20ാം വാക്യം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 70 പേരെ അയച്ചു. നിർദ്ദേശങ്ങൾ അവർക്ക് 16 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവർ മടങ്ങി വന്ന റിപ്പോർട്ടിൽ അവർ സക്സസ്ഫുൾ ആണ്. കർത്താവിന്റെ ആ തിരുത്തലൊന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇനി ശുശ്രൂഷകൾ കിടപ്പുണ്ട്. മാത്രമല്ല, സന്തോഷിക്കേണ്ട നമ്മുടെ അടിസ്ഥാനം വിടരുത്. We are children of God. സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കാൻ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Remember, you have a ministry. I'll tell you, everyone has a ministry. മിനിസ്ട്രിയിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. അതിനുള്ള അഭിഷേകമാണ് നമ്മുടെ മേൽ പകരുന്നത്. ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് വ്യത്യസ്ത റോളുകളാണ്. ആ റോൾ, ആ ഫംഗ്ഷന് വേണ്ടിയുള്ള ബലമാണ് കർത്താവ് നമുക്ക് തരുന്നത്. അപ്പോൾ തന്നെ ഈ കാര്യം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ചർച്ച പ്രിമൈസസ് ക്ലീൻ ചെയ്യുന്ന ആളായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. യു ക്യാൻ കാസ്റ്റ് ഔട്ട് ഡീമൺസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പുൽപിറ്റിലെ പ്രസംഗിക്ക് മാത്രമല്ല. Whatever is your role in the church, doesn't matter. You have the authority to use the name of Jesus. യേശുവിന്റെ നാമം നിമിത്തം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ, ബാക്കി പറ, നടക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. സഭയിൽ ആത്മാക്കൾ കടന്നു വരട്ടെ. God bless.